ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എ ഡ്രോപ്പ് ഓഫ് ചേഞ്ച്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ടോപ്പിക് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദമാണ്. അപ്പോൾ എന്താണ് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ എന്താണ് ഘടനാവാദം എന്ന് നോക്കുന്നതിന് തൊട്ട് മുൻപായി സ്കൂൾസ് ഓഫ് തോട്ടിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. A school of thought. A school is a collection of people who put their ideas under the same umbrella. എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു ഐഡിയയെ പറ്റി അല്ലെങ്കിൽ ചില ഐഡിയോളജീസിനെ പറ്റി ഒരേ അഭിപ്രായമായിരിക്കും ഉണ്ടാകുന്നത്. അവരുടെ ആശയങ്ങൾ സമാനമായിരിക്കും, അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന വഴികളും സമാനമായിരിക്കും, ഇതിൻ്റെ ഉദ്ദേശവും ഒരു രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അത്തരത്തിൽ ചില ചില ആളുകളുടെ ഐഡിയാസിനും അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന മെത്തഡോളജീസിന് എയിംസിന് എല്ലാം കൂടി ഒരു സിമിലാരിറ്റി ഉണ്ടാകുമ്പോൾ ഇവരെ നമ്മളൊരു സ്കൂൾ ഓഫ് തോട്ടായിട്ട് പറയുന്നു. ഒരുപക്ഷെ ആ പറഞ്ഞ വ്യക്തികളെല്ലാം ഒരേ രാജ്യക്കാരോ അല്ലെങ്കിൽ ഒരേ നാഷണാലിറ്റിയോ ഒരേ മതക്കാരോ അങ്ങനെ ഒന്നും ആകണമെന്നില്ല. പക്ഷെ അവരെല്ലാം നമ്മളൊരു സ്കൂൾ ഓഫ് തോട്ടിനകത്ത് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് സ്ട്രക്ചറലിസം സ്കൂൾ ഓഫ് സൈക്കോളജി. ഇപ്പോൾ സ്ട്രക്ചറലിസം സ്കൂൾസ് ഓഫ് സൈക്കോളജിയിലെ രണ്ട് പ്രമുഖ വ്യക്തികളാണ് ഏറ്റവും അധികം ചർച്ചാ വിഷയം ആയിട്ടുള്ളത്. വില്യം വൂണ്ട് ആൻഡ് എഡ്വേർഡ് ട്രിഞ്ചർ. രണ്ടുപേരും ജർമ്മൻസാണ്. വില്യം വൂണ്ടിൻ്റെ ഡിസൈപ്പിൾ അഥവാ ശിഷ്യനാണ് എഡ്വേർഡ് ട്രിഞ്ചർ. ഇപ്പോൾ സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഘടനാവാദത്തിലൂടെ ഇദ്ദേഹം ഉദ്ദേശിച്ചത് മൈൻഡിൻ്റെ സ്ട്രക്ചർ എന്തെന്നുള്ളത് മനസ്സിലാക്കുകയായിരുന്നു. മൈൻഡിനെ പിന്നീട് വില്യം ട്രിഞ്ചർ കോൺഷ്യസ്നസ് എന്ന പേരിൽ പറയുകയാണുണ്ടായത്. അപ്പോൾ മനസ്സിൻ്റെ ഘടന മനസ്സിലാക്കി ഇതിനെ ഒരു വിഗ്രസ് സിസ്റ്റം ഓഫ് സൈക്കോളജിയിലേക്ക് കൊണ്ടുവരാനുള്ള കഠിനമായിട്ടുള്ള ശ്രമത്തിലായിരുന്നു വില്യം വൂണ്ട്. അതിൻ്റെ പരിണാമമായി ഇദ്ദേഹം ജർമ്മനിയിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിക്കൽ ലാബ് തുടങ്ങി. 1879കളിലാണ് ഇത്തരത്തിൽ സൈക്കോളജിയുടെ ഒരുപാട് സ്കൂൾസ് ഓഫ് തോട്ട് ഡെവലപ്പായി കാണുന്നത്. ആദ്യം തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യൂവിനെ ഇദ്ദേഹം വോളണ്ടറിലിസം എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീടാണ് അത് കാലക്രമേണ സ്ട്രക്ചറലിസം എന്ന പേരിൽ അറിയപ്പെടാനായി തുടങ്ങിയത്. വില്യം വൂണ്ടാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ആദ്യത്തെ സൈക്കോളജിക്കൽ ലാബിൻ്റെ സ്ഥാപകൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ സ്കൂൾസ് ഓഫ് തോട്ടിൻ്റെ സ്ഥാപകൻ എന്ന് നമുക്ക് പറയാം. ഇനി ട്രിച്ചർ ബിലീവ് ദാറ്റ് ദ ഗോൾ ഓഫ് സൈക്കോളജി വാസ് ടു സ്റ്റഡി മൈൻഡ് ആൻഡ് കോൺഷ്യസ്നസ്. അപ്പം നേരത്തെ എഡ്വേർഡ് വൂണ്ട് മൈൻഡിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ട്രിച്ചർ അതിലേക്ക് ഒരു വാക്കിനെ കൂടി കൂട്ടിച്ചേർത്തു, അതാണ് കോൺഷ്യസ്നസ്. കാരണം ഈ മൈൻഡ് എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് എൻറ്റിറ്റിയാണ്, നമുക്കതിനെ കാണാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം അതിനെ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന രീതിയിൽ കൂടി ഒരു കോൺഷ്യസ്നസ് എന്ന് പറയുന്ന വാക്ക് കൂടി അതിലേക്ക് ആഡ് ചെയ്തു. ഇദ്ദേഹം കോൺഷ്യസ്നസ്സിനെ അഥവാ ബോധമണ്ഡലത്തിനെ വ്യാഖ്യാനിച്ചത് ഇപ്രകാരമായിരുന്നു: as the sum total of mental experience at any given moment and the mind as the accumulated experience of a lifetime. എന്തെന്നാൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ എക്സ്പീരിയൻസസിൻ്റെ, നമ്മുടെ മാനസികമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു സം ടോട്ടൽ ആണ് ബോധമണ്ഡലം എന്ന് പറഞ്ഞാൽ. ഇനി മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതകാലത്തിൻ്റെ മുഴുവനും അനുഭവങ്ങളുടെ ഒരു ശേഖരണമാണ്, അല്ലെങ്കിൽ ഒരു കലവറയാണ്, ഒരു അക്യൂമുലേറ്റഡ് എക്സ്പീരിയൻസ് ഓഫ് എ ലൈഫ് ടൈമാണ് മൈൻഡ് എന്നുള്ള രീതിയിലാണ് രണ്ടിനെയും അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. ഇനി ട്രിഞ്ചർ ആ സമയത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്നത് മനസ്സിനെ പഠിക്കുക, അതേപോലെ ബോധമണ്ഡലത്തിനെ പഠിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ മറ്റ് ക്രിട്ടിക് ഇതിനെ ഇൻറ്റേർണൽ ബിഹേവിയർ എന്ന് സ്ട്രക്ചറലിസത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പ്രോപ്പർലി മെഷർ ചെയ്യാൻ കഴിയാത്ത, ഡയറക്റ്റ്ലി കാണാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഈ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഇൻറ്റേർണൽ ബിഹേവിയർ എന്നാണ് മറ്റ് ക്രിട്ടിക്സ് വിളിച്ച് കേട്ടിട്ടുള്ളത്. ഇനി മനസ്സിനെ നമുക്ക് പറയാൻ കഴിയുന്ന ദ സം ടോട്ടൽ ഓഫ് വേരിയസ് മെൻ്റൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, സെൻസേഷൻ എന്ന് പറഞ്ഞാൽ മണം അല്ലെങ്കിൽ കാഴ്ച, ഇതെല്ലാം സെൻസേഷനാണ്. അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ഇമാജിനേഷൻ, ഡിറക്റ്റ് നോളജ്, ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ സ്കൂൾസ് ഓഫ് തോട്ടാണ്. അപ്പോൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. സ്ട്രക്ചറലിസം സ്റ്റാർട്ടഡ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ഇൻ ലൈപ്സിഗ്, എ സിറ്റി ഓഫ് ജർമ്മനി, ഇൻ ദ ഇയർ 1879. 1879 സ്ട്രക്ചറലിസം സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്ന പേര്
ലോകത്താകെ അലയടിക്കാനായി തുടങ്ങിയത്. 1879 സ്ട്രക്ചറലിസം സ്കൂളിൻ്റെ സ്ഥാപകൻ കൂടിയായ വില്യം വൂൺ ലൈപ്സഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലബോറട്ടറി സ്ഥാപിച്ചതോടുകൂടി ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മനസ്സിൻ്റെ ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനെ സൈക്കോളജിയിലെ ഒരു വിഗറസ് സിസ്റ്റമായിട്ട് വളരെ ശക്തിയുള്ള അല്ലെ ഉറച്ച രീതിയിലുള്ള ഒരു ഘടനയുമായി ഇതിനെ പരിപോഷിപ്പിക്കാനായിരുന്നു ആ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം പരീക്ഷണശാലയിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. ഇപ്പോൾ വോണ്ടിയൻ സൈക്കോളജിയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം വാസ് ടു സ്റ്റഡി ഇമ്മീഡിയറ്റ് കോൺഷ്യസ് എക്സ്പീരിയൻസ് ഇൻ എ സയൻറ്റിഫിക് വേ. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോധാവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന പ്രതിഫലത്തിനെ എങ്ങനെ ശാസ്ത്രീയമായി ഏകോപിക്കാം, എങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ പ്രകടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ചിന്ത. സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ കൺസിസ്റ്റ് ഓഫ് ദ സം ടോട്ടൽ ഓഫ് ഫാക്ട്സ് വിച്ച് ആർ കോൺഷ്യസ്നസ്. നമ്മുടെ ബോധമണ്ഡലത്തിൽ വരുന്ന എല്ലാ രീതിയിലുള്ള ഫാക്ട്സും സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന് വിധേയമാക്കുകയായിരുന്നു. അതിലേറ്റവും അദ്ദേഹം അനലൈസ് ചെയ്ത ഹ്യൂമൻ എക്സ്പീരിയൻസിനെ അനലൈസ് ചെയ്തത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെയായിരുന്നു. ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ ലുക്കിംഗ് വിത്തിൻ യുവർ സെൽഫ്, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഇൻട്രോസ്പെക്ഷൻ. E.B. Tringer was the school of Wondian who carried out systemized research on the lines of Wondian tradition. He systemized the scientific psychology. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള വില്യം വൂണ്ട് തുടങ്ങി വെച്ച ഈ സ്കൂൾ ഓഫ് സൈക്കോളജിയെ പിന്നെ ഒരു വളരെ ശാസ്ത്രീയപരമായിട്ടുള്ളൊരു ഘടന ആക്കി മാറ്റാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ട്രിച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇദ്ദേഹം സൈക്കോളജിയെ ഡിഫൈൻഡ് സൈക്കോളജി ആസ് ദ അനാലിറ്റിക് സ്റ്റഡി ഓഫ് ദ ജനറലൈസ്ഡ് അഡൽട്ട് നോർമൽ ഹ്യൂമൻ മൈൻഡ് ത്രൂ ഇൻട്രസ്പെക്ഷൻ. ഇൻട്രസ്പെക്ഷൻ എന്ന് വെച്ചാൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലുക്കിംഗ് വിത്തിൻ യുവർ സെൽഫ്, അവനവൻ സ്വയം നോക്കുക, എന്നിട്ട് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ പറയുക. അതാണ് ഇൻട്രസ്പെക്ഷൻ എന്ന് വെച്ചാൽ. അതായത് ഉത്കണ്ഠാനിഷ്ഠ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഇത് ആക്ച്വലി അഡൽട്ട് നോർമൽ മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇൻട്രസ്പെക്ഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് നോർമലായിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ ഇൻട്രസ്പെക്ഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം അവരുടെ ബോധമനസ്സിൽ മാത്രമേ ഈ സ്റ്റേബിൾ ആയിരിക്കുള്ളൂ. അബ്നോർമലായിട്ടുള്ള ആൾക്കാരുടെ ബോധമനസ്സിനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൈക്കോളജിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ മെൻ്റൽ സ്ട്രക്ചറിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദ സിസ്റ്റം ഓഫ് സ്ട്രക്ചറലിസം എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ ഊന്നി സ്ട്രക്ചറലിസത്തിൽ പറയാറുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീൻസിന് പെട്ടെന്നുണ്ടാവുന്ന അനുഭവങ്ങളാണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ ഫീലിങ്സ്, അതിനാണ് ഇമ്പോർട്ടൻസ്. കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. അനിമൽസിനെ ഈ പറഞ്ഞ സ്കൂൾസ് ഓഫ് തോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ വില്യം വൂണ്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ് മൈൻഡിൻ്റെ ബേസിസിലാണ് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അനിമൽസിനെ എല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു. സ്ട്രക്ചറലിസം ഹോൾസ് സൈക്കോളജിക്കൽ ഹോൾസ് ഇസ് കോമ്പോണൻസ് ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരുമിച്ചെടുത്തിട്ട് അതിനെ പല പല എലമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ മെയിൻ ടാസ്ക് എന്തെന്ന് വെച്ചാൽ ഈ എലമെൻറ്റ്സിനെ ഡിസ്കവർ ചെയ്യുക, അത് എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ സം ടോട്ടൽ നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ഉദ്ദേശം. അപ്പം മേജർ എലമെൻറ്റ്സ് മനസ്സിന് നമുക്ക് പലതായി ഡിവൈഡ് ചെയ്താൽ എന്തൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ സെൻസേഷൻസ് കിട്ടും, ഫീലിങ്സ് കിട്ടും, ഇമേജസ് കിട്ടും. ഇതെല്ലാം നമ്മൾക്ക് ബോധമായിട്ടിരിക്കുന്ന, ഇത് നമ്മുടെ ഒരു ബോധ മനസ്സിൽ മാത്രം ഉണ്ടാകുന്ന വികാരങ്ങളാണ്. ശരിയല്ലേ? ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഫീലിങ്സ് ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സിൽ ഇമേജസ് ഉണ്ടാകുന്നത്, നമുക്ക് സെൻസേഷൻസ് ഉണ്ടാകുന്നത്, ഇതെല്ലാം ബോധം ഉണ്ടായിരിക്കുന്ന സമയത്ത് ബോധമണ്ഡലത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ട്രിഞ്ചർ ആഡഡ് അഫെക്ഷൻ വൺ മോർ എലമെൻറ്റ് ടു ദ ലിസ്റ്റ്. അപ്പം വില്യം വൂണ്ട് പറഞ്ഞത് സെൻസേഷൻ, ഫീലിങ്സ്, ഇമേജസ് ആയിരുന്നു. അതിലേക്കൊരു വാക്കുകൂടി ട്രിഞ്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യായിരുന്നു, അതാണ് അഫെക്ഷൻ. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസിൻ്റെ ഒരു സം ടോട്ടൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ എക്സ്പെരിമെൻ്റൽ ഇൻട്രസ്പെക്ഷനിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ സ്ട്രക്ചറലിസം പറയുന്നത് നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. അതായത് ഒരു മെൻ്റലിസ്റ്റിക് അപ്രോച്ച് ടു ദ പ്രോബ്ലം. അതാണ് ഈ ഒരു പാർട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മുടെ ബ്രെയിനെ നമ്മൾ പല പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് പല പല കണങ്ങളാക്കി മാറ്റി ഹ്യൂമൻ ബിഹേവിയറും അതേപോലെ എക്സ്പീരിയൻസും എല്ലാം കണ്ടുപിടിക്കലാണ് സ്ട്രക്ചറലിസത്തിൽ ചെയ്യുന്നത്. അതായത് സ്ട്രക്ചറലിസം ഡിഫൈൻ ദാറ്റ് മൈൻഡ് ക്യാൻ ബി ഡിവൈഡഡ് ആസ് മെനി യൂണിറ്റ്സ്.
ട്രിച്ചർ ഡിവൈഡ് സം ടോട്ടൽ ഓഫ് എ പേഴ്സൺസ് എക്സ്പീരിയൻസ് ആസ് ദെയർ അറ്റ് എനി ടൈം. നമുക്കൊരു ഗിവൺ ടൈമിൽ ഒരു മനുഷ്യന് എന്ത് തോന്നുന്നു അതാണ് ഈ പറഞ്ഞ ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യം പറയുന്നത്. ട്രിച്ചർ ദ എയിം ഓഫ് ദ സൈക്കോളജിക്കൽ ഈസ് ടു സ്റ്റഡി മെൻ്റൽ എലമെൻറ്റ്സ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ, നോ കോൺക്രീറ്റ് മെൻ്റൽ പ്രോസസ്, നോ ഐഡിയ ഓഫ് ഫീലിംഗ് ദാറ്റ് വി actually experience as part of a consciousness is a simple process, but all that alike that of a number റിയലി സിമ്പിൾ പ്രോസസ്സസ് ബ്ലെൻഡ് ടുഗദർ. അത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന, നമ്മുടെ ബോധ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് പ്രക്രിയകൾ, അത് ശരിക്കും പറഞ്ഞാൽ ഓരോരോ സിമ്പിൾ പ്രോസസ്സിൻ്റെ സം ടോട്ടലാണ്. എന്തൊക്കെയോ ചെറിയ കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമുക്കൊരു ടോട്ടൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഈ സിമ്പിൾ പ്രോസസ്സിനെ ഇദ്ദേഹം മെൻ്റൽ എലമെൻറ്റ്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ പ്രോബബിളി ഒരു 15,000 മെൻ്റൽ എലമെൻറ്റ്സ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ 15,000 മെൻ്റൽ എലമെൻറ്റ്സിനെ പിന്നെയും കുറേ ബ്രോഡ് ക്ലാസ്സസ് ആയിട്ടും സെൻസേഷൻസ് ആയിട്ടും അഫെക്ഷൻസ് ആയിട്ടും ഡിവൈഡ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. സയൻറ്റിഫിക് എൻക്വയറി നടത്തിയത് ചെറിയ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് അതിനെ ഒറ്റതായിട്ട്, അതായത് ജനറൽ ടു, നമ്മൾ പറയാറില്ലേ പർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറയാറില്ലേ, ഈ മനസ്സിനെ ചെറിയ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ സെൻസേഷൻ, ഫീലിങ്സ്, എക്സ്പീരിയൻസ്, ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പിന്നീട് സയൻറ്റിഫിക് എൻക്വയറിക്ക് വിധേയമാക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആറ്റംസ് ചേർന്ന് എലമെൻറ്റ്സ് ഉണ്ടാകുന്ന പോലെ തന്നെയാണ് മൈൻഡിൻ്റെ അവസ്ഥ. മൈൻഡിനെ ഇങ്ങനെ പല യൂണിറ്റ്സ്, മെൻ്റൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ആ മെൻ്റൽ യൂണിറ്റ്സിൻ്റെ ഒരു സം ടോട്ടലാണ് നമ്മുടെ കോൺഷ്യസ്നെസ്. എലമെൻറ്റ്സ് ആർ കോൺഷ്യസ് എലമെൻറ്റ്സ്. കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ കോൺഷ്യസ് എലമെൻറ്റ്സ് എന്നും മെൻ്റൽ കോണ്ടൻറ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം സൈക്കോളജിയെ പല ഏരിയാസിൽ ഡിവൈഡ് ചെയ്തു. പിന്നെ ചൈൽഡ്, ആനിമൽസ്, അബ്നോർമൽ, ഹ്യൂമൻ, ഇങ്ങനെ കുറേ ഏരിയാസ് ആയിട്ട് പിന്നീട് തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്നിരുന്നാലും ഈ സൈക്കോളജിയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുക, പിന്നെ that is isolating mental processes from the complexity of consciousness. അതായത് ഈ ബോധ മനസ്സിൻ്റെ ഈ കോംപ്ലിസിറ്റി, അതിൻ്റെ വൈവിധ്യതയിൽ നിന്നും ഇതിൻ്റെ മെൻ്റൽ പ്രോസസ്സിനെ മാറ്റി നിർത്തി മനുഷ്യ മനസ്സിൻ്റെ ഘടനയെ പഠിക്കുക, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സൈക്കോളജിയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. കോൺഷ്യസ് മൈൻഡിനകത്ത് ഒരുപാട് പ്രോസസ്സ് നടക്കും. അപ്പോൾ അതിൻ്റെ എലമെൻ്റൽ പ്രോസസ്സ് എല്ലാം മാറ്റി മൈൻഡ് എന്താണ്, മൈൻഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മാത്രമേ ഇതിനകത്ത് നോക്കിയിരുന്നുള്ളൂ. അപ്പോൾ സ്ട്രക്ചറലിസം ആസ് എ ജനറൽ സിസ്റ്റം ഓഫ് സൈക്കോളജി വാസ് ടു നാരോ ടു എംപ്രൈസ് ഓൾ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ ഇതിനകത്ത് ഒട്ടുമിക്ക എല്ലാ ഹ്യൂമൻ ബിഹേവിയറും ഇതിനകത്ത് എടുത്തിരുന്നു പഠിക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. കാരണം ആദ്യം ഉണ്ടായതല്ലേ. ഇപ്പോൾ എഡ്യൂക്കേഷന് ഒരുപാട് കോൺട്രിബ്യൂഷനാണ് ഈ സ്ട്രക്ചറലിസം കൊടുത്തിരിക്കുന്നത്. ഫ്രീ സൈക്കോളജി മുതൽ ഫിസിക്സ് വരെ ഒരുപാട് ഈ ഒരു സ്ട്രക്ചറലിസം തോട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയുന്നത് ഇതിന് ഒരുപാട് സൈക്കോളജിക്കൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സയൻറ്റിഫിക് സൈക്കോളജി തുടങ്ങിയത് സ്ട്രക്ചറലിസത്തിൽ നിന്നാണ്. ഇപ്പോഴും ആ ഒരു ജർമ്മനിയിലെ ലാബിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് എക്സ്പെരിമെൻറ്റ്സിന് നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. കാരണം അതുകൊണ്ട് എഡ്യൂക്കേഷണൽ തിയറിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് എന്തായാലും. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻ പറയുമ്പോൾ ആദ്യത്തെ കാര്യം ഇത് ഭയങ്കര സബ്ജക്റ്റീവാണ്. അതായത് പേഴ്സണലായിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിലാണ് നമ്മളിത് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് അറിയുന്നത്. ആദ്യം വില്യം വൂണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഈ തിയറി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഇൻറ്റേർണൽ ബിഹേവിയറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇൻറ്റേർണൽ ബിഹേവിയറിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആക്യുറേറ്റ്ലി മെഷർ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ നമ്മുടെ മനസ്സിൽ ഒരു പ്രോസസ്സ്, ഒരു ചിന്തയല്ല, പല ചിന്തകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ഒരുമിച്ച് പറയാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുണ്ടാകുന്ന സെൻസേഷനോ ഫീലിങ്സ് അല്ല. ഇപ്പോൾ എനിക്ക് സന്തോഷമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായാൽ എനിക്ക് സങ്കടമായിരിക്കാം. അപ്പോൾ ഹ്യൂമൻ മൈൻഡ് ഒരിക്കലും സ്റ്റേബിൾ അല്ല എന്നുള്ളത് കോൺഷ്യസ്നെസ്സിനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസസ്സ് ഓഫ് തോട്ട് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷനായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ കോൺഷ്യസ്നെസ്സിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് അവിടെ. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും എഡ്യൂക്കേഷന് വളരെ വലിയൊരു സഹായമാണ് സ്ട്രക്ചറലിസം സ്കൂൾ ഓഫ് തോട്ട് കൊണ്ടുവന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.